ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. അപ്പം ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ നമ്മൾ ഔട്ടിങ്ങിന് വേണ്ടി നമ്മൾ ഉച്ചയ്ക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൂടെ 3 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം 3 പേരായിട്ടാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ എങ്ങോട്ടൊക്കെ പോകേണ്ടതൊന്നും പ്ലാൻ ആക്കിയിട്ടില്ല. അപ്പോൾ ഓൺ ദി വേല നമുക്ക് പ്ലാൻ ആക്കിയിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മളെ ഫുഡ് ബിരിയാണി ആയിരുന്നു. അത്യാവശ്യം നല്ല ഫുഡാണ്, ആസ് യൂഷ്വൽ ഞായറാഴ്ച കിട്ടുന്ന ഫുഡ്. അപ്പോൾ ഫുഡ് കഴിച്ച് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങുന്ന ടൈമിൽ നമുക്കിവിടെ സെക്യൂരിറ്റിൻ്റെ അവിടെ നമുക്ക് ചെക്കിങ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പേര്, ID നമ്പർ, ഈ ഡീറ്റെയിൽസൊക്കെ നമ്മളിവിടെ എഴുതി കൊടുക്കണം. അപ്പോൾ നമ്മൾ 4 പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതാ ഈ കാണുന്ന ഈ ഒരു ബുക്കിൽ നമ്മൾ സൈൻ ചെയ്യണം എങ്ങോട്ടൊക്കെ പോകുന്നതെന്ന്. അങ്ങനെ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ ഈ കാണുന്നതാണ് നമ്മുടെ ഗുജേറ ലൈക്കാണ്. ഹോസ്റ്റലിൻ്റെ അടുത്തുള്ള ഒരു കിടിലൻ ലൈക്കാണ്. നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണ്. നല്ല വെയിലുണ്ട്. അപ്പോൾ നമ്മൾ ഉച്ചക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മാളിലേക്കും നമ്മൾ ബീച്ചിലേക്കൊക്കെയാണ് നമ്മൾ പ്ലാൻ ആക്കുന്നത്. അങ്ങനെ നമ്മളിതാ ഒരു 4 കൂടിയ ഒരു ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിൽ വിട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ എന്നാണ് നമുക്ക് ബസ്സെല്ലാം കാത്തു നിൽക്കേണ്ട ഒരു ഏരിയ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരുപാട് സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയുള്ള ബസ് ഈ ഒരു ഏരിയയിലേക്കാണ് വരുന്നത്. അങ്ങനെ നമ്മളെ ബസ് വന്നിട്ടുണ്ട്. നേരെ ബസ്സിലേക്ക് കയറി. ബസ്സിനൊക്കെ ഓരോരോ നമ്പറുകളുണ്ട് ഓരോരോ ഏരിയയിലേക്ക് പോകുന്ന ബസ്സിന്. അപ്പോൾ ആ നമ്പർ നോക്കി നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എത്താൻ വേണ്ടി കഴിയും. നമ്മൾ ഫസ്റ്റ് മാളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു 1.8 കിലോമീറ്ററാണ് നമ്മൾ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. അപ്പോൾ നേരെ നമ്മൾ മാളിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് വേണം അടുത്ത ഡെസ്റ്റിനേഷൻ നമുക്ക് ഫൈനൽ ചെയ്യാൻ. അപ്പോൾ എങ്ങനെ നമുക്ക് വൈകുന്നേരം വരെ ടൈമും ഉള്ളൂ. അപ്പോൾ അതിനുള്ളിൽ കവർ ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും 2 സ്പോട്ടിലേക്ക് പോയിട്ട് നമുക്ക് വരണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതവിടെ ബസ് ഇറങ്ങി. ഈ ഒരു ഇത്തിരി നടക്കാനുണ്ട്. അപ്പോൾ ഒരു കുറച്ച് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പിസ്സ മാളിലേക്കാണ് പോകുന്നത്. ആ മാളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നമ്മളിതാ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ബസ്സിലിതാ ഈ ഒരു ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതാ നമ്മളിനി മാളിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ കറക്റ്റ് നമ്മളെ മാളിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തിരിയും കൂടിയും പോയാൽ നേരെ അതിൻ്റെ ഫ്രണ്ടിൽ എത്തുന്നതാണ്. ഇതാണ് നമ്മുടെ പിസ്സ മാൾ എന്ന് പറയുന്നത്. നമ്മളെ മംഗലാപുരത്ത് വെച്ചിട്ട് അത്യാവശ്യം നല്ലൊരു മാളാണ് ഇതെന്ന് പറയുന്നത്. പുതിയ മാളാണ്. അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും ഉള്ള നല്ലൊരു കിടിലൻ മാളാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ എങ്ങോട്ടേലും നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഫിക്സ് ചെയ്യണം. ഫ്രണ്ട്സ്, മംഗലാപുരത്ത് കുറേ മാളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പിസ്സ മാളിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഉള്ളത്, എന്തൊക്കെ തരത്തിലുള്ള ഷോപ്പുകളാണ് ഉള്ളതൊക്കെ നമുക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ കളിക്കാനായിട്ടുള്ള കുറേ സംഭവങ്ങളാണ് കാണുന്നത്. അതേപോലെ ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. പാർക്കിംഗ് ഒക്കെ ഡൗൺ ഭാഗത്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെന്തായാലും ബസ്സിൽ വന്ന സ്ഥിതിക്ക് പാർക്കിംഗ് ഒന്നുമില്ല, നേരെ തന്നെ നമുക്ക് ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. മുകളിലേക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്, ഫ്രണ്ട്സായിട്ടാണ് പോകുന്നത്. നമ്മൾ പിസ്സ മാളിൻ്റെ 2nd ഫ്ലോറിലേക്ക് വന്നിരിക്കുകയാണ്. നല്ല അടിപൊളി നീറ്റാക്കി വെച്ച ഒരു സെറ്റ് മാളാണ് പിസ്സ മാൾ എന്ന് പറയുന്നത്. ഫോറം മാൾ എന്ന് ഇതിന് പേരുണ്ട്. നമ്മൾ കണ്ടതും കാണാത്തതൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഔട്ട്ലെറ്റാണ് നമ്മളെ പിസ്സ മാളിലുള്ളത്. അപ്പം എന്താ പറയുക, ഒരുപാട് ആൾക്കാർ നമ്മൾ ഹോസ്റ്റലിലാണെങ്കിൽ പോകുന്ന ടൈമിൽ അധികം ആൾക്കാരും മാളിലേക്കാണ് വിസിറ്റ് ചെയ്യാൻ വരുന്നത്. മാള് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ഓപ്ഷൻ ബീച്ചാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും കഫേ. അങ്ങനെയാണ് ഒട്ടുമിക്ക എല്ലാവരും നമ്മുടെ ഔട്ടിങ് എൻജോയ് ചെയ്യുന്നത്. നമുക്ക് 15+ ഫോണിൻ്റെ റിവ്യൂ ഒക്കെ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഫോൺ 14 Pro ആണ്. അപ്പം വലിയ കമ്പാരിസൺ ചെയ്താൽ മാത്രമൊന്നുമില്ല, ചെറിയ ഡിഫറൻസേ ഉള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു PVR സിനിമയുടെ ഏരിയ വരുന്നുണ്ട്. കിഡിലൻ ഒരു മൂവി ഏരിയ ആണ്. അതേപോലെ തന്നെ ഒരുപാട് ചെറിയ ചെറിയ ക്യൂട്ട് ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. വന്നത് ഏറ്റവും മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏറ്റവും മുകളിലാണ് നമുക്കിതാ ഫുഡ് കോർട്ട് വരുന്നത്. അപ്പോൾ നമ്മളിതാ ഒരു കിടിലൻ ഒരു ഷുഗർ കെയിൻ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്, കരിമ്പിൻ ജ്യൂസ്. അപ്പോൾ ഇവിടെ എല്ലാ ജ്യൂസിനും ഒരേ റേറ്റാണ് വരുന്നത്. പല പല ഫ്ലേവറിലും നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും പല പല ഫ്ലേവറിൽ ഒരു കിടിലൻ ജ്യൂസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നല്ല ചൂടായത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കിടിലൻ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഏറ്റവും മുകളിലാണ് നമുക്ക് പ്ലേ സ്റ്റേഷനൊക്കെ വരുന്നത്. ഒരു ഏരിയ ഫുള്ള് കളിക്കുന്ന ഏരിയ ആണ്. ഹൊറർ മൂവീസും അതേപോലത്തെ ഒരുപാട് ആക്ടിവിറ്റീസാണ് നമുക്ക് ഏറ്റവും മുകളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ
നമ്മൾ ഓരോരോ കളിക്കുന്ന സംഭവത്തിലൊക്കെ ജസ്റ്റ് കയറി ഓരോന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എല്ലാത്തിനും നമ്മൾ ടോക്കനൊക്കെ എടുക്കണം, നല്ല റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ വേറൊരു ഭാഗത്തേക്ക് വന്നപ്പോൾ നമുക്ക് ഇവിടെ ഒരു വലിയൊരു ഇവൻറ്റ് നടക്കുന്നുണ്ട്, NITTയുടെ ഒരു വലിയൊരു ഇവൻറ്റ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ ചട്ടി ഉണ്ടാക്കുന്നതും പാത്രങ്ങൾ ഉണ്ടാക്കുന്നതും അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഏരിയയിൽ തന്നെയാണ് നമുക്ക് ഫുഡിൻ്റെ കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഇവർ ഫുഡ് വെക്കുന്നുണ്ട്, ഇവൻറ്റ് വെക്കുന്നുണ്ട്, അതേപോലെ തന്നെ സ്റ്റേജ് പ്രോഗ്രാംസും അങ്ങനത്തെ ഒരുപാട് ഒരു പ്രോഗ്രാം ഇതിൻ്റെ മുകളിൽ നടക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. ഒരു കിഡിലൻ ക്രിയേറ്റിവിറ്റി കാർണിവലാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത്. അതേപോലെ തന്നെ ഒരുപാട് പരിപാടികളും കുറേ നേരം നമ്മളെ മാളിൽ ചിലവഴിച്ച്. അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിൽ നിന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ ബീച്ചിലേക്കാണ് പോകുന്നത്. ബീച്ചിലേക്ക് പോകാമെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ഈവനിങ് ടൈമാണ്. അപ്പോൾ ഈവനിങ് ടൈമിൽ നമുക്ക് നമ്മളെ ബീച്ചിൻ്റെ വിശേഷങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങിയ സമയത്ത് ഈ സംഭവത്തിൽ എല്ലാവരും കളിക്കുന്നുണ്ട്. നമ്മൾ മാളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. നമ്മൾ ബീച്ചിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സുൽത്താൻ ബത്തേരി ബീച്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ സുൽത്താൻ ബത്തേരി ബീച്ചിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓട്ടോയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. 4 പേർക്ക് 120 രൂപയാണ് ഓട്ടോക്ക് ചാർജ് വാങ്ങിയിട്ടുള്ളത്. മുകളിൽ നിന്നുള്ളൊരു വ്യൂ ഉണ്ട്. ആ വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഈ സ്റ്റെപ്പ് ഇങ്ങനെ മെല്ലെ മെല്ലെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മളെ ബീച്ചിൻ്റെ ഒരു എക്സാക്റ്റ് 360 വ്യൂ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതങ്ങനെ നമ്മൾ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് ഒരു ഈവനിങ് ടൈമിലാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. നമുക്കിതവിടെ ബസ് ഫെസിലിറ്റീസ് ഈ ഭാഗത്തുണ്ട്. അതേപോലെ ഇവിടെയാണ് ഇതിൻ്റെ ഓട്ടോ സ്റ്റാൻഡ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്കിതാ വണ്ടികൾക്കുള്ള പാർക്കിംഗ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ മെയിൻ എൻട്രി വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഈ വൈറ്റ് കളർ കാണുന്നതിൻ്റെ മുകളിലേക്ക് കയറിയതാണ്. അപ്പോൾ നമ്മൾ നേരെ ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഇവിടെയാണ് വെൽക്കം എന്നൊക്കെ എഴുതിയിട്ട് നമുക്ക് എൻട്രി കാണുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്ത് നോക്കാം. ബീച്ചിൻ്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു ഭാഗത്ത് നിന്നിട്ട് നമുക്ക് ഇവിടുന്ന് വേറെ തണ്ണീർ ഭവൻ ബീച്ചിലേക്ക് നമുക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടി കഴിയും. ബോട്ട് സർവീസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയൊരു ടിക്കറ്റ് പേയ്മെൻറ്റ് കളക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് കാണുന്നത് വേറൊരു ബീച്ചാണ്. ആ ഒരു ബീച്ചിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി കഴിയും. ഈ ഒരു ബീച്ചിൽ നമുക്ക് പ്രത്യേകിച്ച് കാണാനോ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ആക്ടിവിറ്റീസും ഒന്നും നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഒരു റിലാക്സ് ചെയ്തിരിക്കാം. അതേപോലെ നമ്മളത് സുൽത്താൻ ബത്തേരി ബീച്ചിൻ്റെ വേറൊരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പ്ലേ ഗ്രൗണ്ടാണുള്ളത്. പ്ലേ ഗ്രൗണ്ട്, ഫിറ്റ്നസ്, അതേപോലെ സംഭവങ്ങളാണുള്ളത്. അപ്പോൾ നമ്മളിവിടെ എന്തായാലും തണ്ണീർ ഭവൻ ബീച്ചിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 15 രൂപ ഒരാൾക്ക് ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബീച്ചിലേക്ക് പോകാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇവിടുന്ന് തൊട്ടപ്പുറത്തെ ബീച്ചിലേക്ക് പോകാൻ നമുക്ക് വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഒരു വലിയ ക്യൂ ഉണ്ട്. പക്ഷേ ഒരു ബോട്ടിൽ ഒരുപാട് ആളുകൾ പോകുന്നതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നമുക്ക് വെയിറ്റ് ആക്കേണ്ടി വന്നില്ല. അപ്പോൾ അതാ നമ്മളെ ബോട്ട് വന്ന് 2 ബോട്ടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഓരോരുത്തരും ചെറിയ ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ട് ഇതിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഉണ്ടാവും ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് വരുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മൾ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി നമുക്ക് ഇരിക്കാം. അപ്പോൾ നമ്മൾ ബോട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബോട്ടിൽ ഇത്രത്തോളം ആളുകളുണ്ട്, ഒരുപാട് ആൾക്കാർ ഈ ബോട്ടിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ പോകുന്ന ടൈമിൽ നമുക്ക് അടിപൊളി ബോട്ടുകളും കപ്പലുകളും ഒക്കെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പക്ഷേ ഇവിടെ നിന്ന് കുറച്ചേ പോകാനുള്ളൂ. ചെറിയൊരു ദൂരം പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് കാണുന്ന ഭാഗത്തേക്ക് എത്തും. അങ്ങനെ നമ്മളിതാ ഈ ഒരു ഭാഗത്തേക്ക് എത്തിയതാ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് പോകുന്നവരിതാ തൊട്ടപ്പുറം ക്യൂ നിൽക്കുന്നുണ്ട്. ഒരുപാട് ക്യൂ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ അപ്പും ഡൗണും വരുന്ന ഒരു കിടിലൻ ലൊക്കേഷനാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് കുറച്ച് നടന്നു പോകാനുണ്ട്. ഒരു ഇത്തിരി നടന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു അടിപൊളി ബീച്ചിലേക്ക് നമ്മൾ എത്തുന്നതാണ്. അപ്പോൾ അത് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു കിടിലൻ ലൊക്കേഷനാണ്. അപ്പോൾ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ ബീച്ച് എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നടന്നു വരുന്ന ഏരിയയിൽ നമുക്ക് ധാരാളം ടൂറിസ്റ്റ് അട്രാക്റ്റീവായി ചെയ്തിട്ടുള്ള ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് പർച്ചേസ് ഒക്കെ ചെയ്യാം. അങ്ങനെ നമ്മൾ ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. നല്ല കിടിലൻ ബീച്ചാണ്, ഒരു രക്ഷയില്ല. നമുക്ക് കുറച്ച് ബീച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ബീച്ച് ഒരു രക്ഷയില്ല, കിടിലൻ ബീച്ചാണ്. നമ്മൾ പ്രതീക്ഷിച്ചേക്കാൾ വേറെ ലെവലാണ് നമ്മൾ ബീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യനൊന്നും അസ്തമിച്ചിട്ടില്ല, സൂര്യനൊക്കെ താഴ്ന്നു വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുവരെ നമുക്കവിടെ വെയിറ്റ് ചെയ്യണം. ബീച്ചിൻ്റെ കുറച്ചപ്പുറം ഭാഗത്ത് നമുക്ക് കുറേ പഴയ ബോട്ടുകളും ഈ സംഭവമൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞു. അവിടെ എന്തെല്ലോ വർക്ക് നടക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നിയത്. ബീച്ചിൻ്റെ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഫുള്ള് മരങ്ങൾ, അതേപോലെ തന്നെ മുള കൊണ്ടുള്ള ഒരു മുകളിൽ നിന്നിട്ട് കാണാൻ പറ്റുന്ന ഒരു ഏരിയ. അതേപോലെ തന്നെ നമുക്കിതാ ഈ ഒരു ഭാഗത്ത് കുറേ സ്ഥലങ്ങൾ നമുക്കുണ്ട് ഇരുന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റിയ. അപ്പോൾ നല്ലൊരു വൈബുള്ളൊരു ബീച്ചാണ് ഈ ബീച്ച് എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരുപാട് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ റീൽസും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് നല്ല സിനിമാറ്റിക് രീതിയിലുള്ള ഒരുപാട് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ചെക്കൗട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ അടിപൊളി വെഡ്ഡിങ് വീഡിയോ അതേപോലത്തെ സിനിമാറ്റിക് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ കിഡിലനായിട്ടുള്ള ലൊക്കേഷനാണ്. അപ്പോൾ നമ്മളിത് എല്ലാവരുമായിട്ട് നല്ല രീതിക്ക് തന്നെ ഇവിടെ എൻജോയ് ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൂര്യാസ്തമയം കണ്ടിട്ട് പോകാമെന്നുള്ള ഇതിൽ നമ്മൾ അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളത് ഒരുപാട് നല്ല നല്ല മൂമെൻറ്റ്സും നല്ല നല്ല സംഭവങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. നല്ല കിടിലൻ ഏരിയ ആയിരുന്നു. നമ്മളെ സൂര്യനൊക്കെ ഏകദേശം അസ്തമിക്കാറായിട്ടുണ്ട്, വൈബായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പുറകിൽ നമ്മളെ സൂര്യൻ കറക്റ്റ് കാണുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ 6 മണിയൊക്കെ കഴിഞ്ഞ് സൂര്യനൊക്കെ അത് അസ്തമിച്ച ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. നല്ലൊരു കിടിലൻ ബീച്ചാണ് ഇതെന്ന് പറയുന്നത്. അപ്പം ഇതുവരെ ഇങ്ങോട്ട് വരാത്തവരോ അപ്പോൾ ഓസ്ട്രേലിയസ് ആരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ മസ്റ്റ് വാച്ചാണ് ഇതെന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു വ്യൂ ആണ് ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ പറയുന്നത്. സൂര്യൻ അസ്തമിക്കുന്നതൊക്കെ കിടിലനായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. അപ്പം നമ്മൾ നേരെ തിരിച്ച് നമ്മളെ ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. നമുക്ക് ഫാമിലി ആയിട്ടും കപ്പിൾസായിട്ടും കുട്ടികളായിട്ടും എല്ലാവരും വന്നിട്ട് നല്ല രീതിക്കാണ് നമുക്ക് എൻജോയ് ചെയ്യുന്നത്. ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പല ആളുകളും ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കുന്നതും ആ ഒരു രീതിയിലൊക്കെ എൻജോയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്തായാലും ഒരു വട്ടെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യണം. അത്രയും വൈബുള്ള ഒരു ബീച്ചാണ്. നമ്മൾ വന്ന മാതിരിക്കാണ് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പം ഇന്നത്തെ ഒരു ഡേ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നേരത്തെ വന്ന അതേ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പം നീണ്ട ക്യൂ ആണ്. അപ്പോൾ നമ്മളെ ഈ ഒരു ബീച്ച് കണ്ട് തിരിച്ചു പോകുന്നവരാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളെ ബോട്ട് ഇതാ ഏകദേശം അങ്ങ് ദൂരത്ത് നിന്ന് വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ഇങ്ങ് ദൂരത്ത് നിന്ന് നമ്മളെ ബോട്ട് വരുന്നുണ്ട്. ആ ബോട്ട് നേരെ ഈ ഒരു ഏരിയയിലേക്കാണ് വരിക. ഇവിടെ നമുക്ക് നേരെ തിരിച്ച് അങ്ങോട്ടേക്ക് പോകണം. അതിനുശേഷം നമ്മൾ നേരെ ബസ്സിലോ ഓട്ടോയിലോ വേണം നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മളിനി നേരെ നമ്മൾ ഹോസ്റ്റലിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ നമ്മൾ മംഗലാപുരത്ത് കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.